മോർണിംഗ്. സോ ഞങ്ങൾ അമരജ്യോതി കോളേജിൽ നിന്ന് വരെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിസൈൻ തിങ്കിങ്ങിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വന്നതാണ്. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ റോണി ജോസ്. സോ നിങ്ങൾ മഴക്കാലത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് കൊതുകിൻ്റെ ശല്യം ഇവിടെ രൂക്ഷമാണോ? എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇവിടെ കൊതുക് പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓടയില്ലാത്തൊരു സംഭവമുണ്ട്. ഈ കാതിരപ്പള്ളിയിലെ വെസ്റ്റ് സ്റ്റാൻഡിനെയോട് സംബന്ധിച്ച് ഇവിടെ ഓടയില്ല. അപ്പം ഇവിടെ ആ സമയത്ത് മലിനജലം ഒഴുകുന്നൊരു അത് എപ്പോഴും നമ്മുടെ ഈ കടകളിലെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും മലിനജലം ഒഴുകും. അപ്പോൾ എപ്പോഴും നമുക്ക് ഈവനിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഷോപ്പുകളിലും കൊതുകിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന നമ്മുടെ കാലിലാണ് ചോറിൽ അക്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ കൊതുകില്ലേ, ആ സാധനങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈവനിങ് ടൈമിൽ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുക കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ഷോപ്പായതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വരുമ്പോൾ പുക കൂടുതലായിരിക്കും, മണമൊക്കെ ഉണ്ടാവില്ല. നമുക്ക് ഡെയിലി നമ്മൾ ആ പുക ശ്വസിച്ചാൽ നമുക്ക് തന്നെ ഒരു പ്രശ്നം. നമ്മൾ സാധാരണ കത്തിച്ച് വെച്ചിട്ട് ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കറണ്ട് പോവുകയാണെങ്കിലും നമുക്ക് പറ്റില്ലല്ലോ. ഇങ്ങനത്തെ സാധനമാണെങ്കിൽ പുക ഉണ്ടാവും. നമ്മുടെ ഗുഡ് നൈറ്റ് പോലത്തെ വസ്തുക്കളാണെങ്കിൽ കറണ്ട് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അതിന് പകരമായിട്ട് നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഗുഡ് നൈറ്റ് പോലെ തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കുന്ന ഒരു കൊതുകുതിരി ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഗുണപ്രദമായിരിക്കും? ബാറ്ററി വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇച്ചിരി കൂടെ എന്താ പറയുക, ഈ എല്ലാവർക്കും ഇച്ചിരി കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പം നമുക്ക് ഇവിടെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി സപ്പോസ് നമ്മൾ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ചിലപ്പം ചില സമയത്ത് നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ചിലപ്പം ഗ്ലാസ് കയറ്റിയിടാൻ സമയം കിട്ടില്ല. അപ്പോൾ കാർ നമ്മൾ എടുക്കുന്ന സമയത്ത് കാറിൻ്റെ അകത്ത് കൊതുകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ചേട്ടന് കടയാണല്ലോ, അങ്ങനത്തെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടോ ചേട്ടൻ ഇവിടെ? നമുക്ക് ഞാനിതുവരെ അങ്ങനെ ബാറ്ററി വർക്ക് ചെയ്യുന്ന മാർക്കറ്റിൽ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം ചൈനയുടെ ഒരുപാട് പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. കാരണം ഇപ്പം ആൾക്കാർക്ക് കൂടുതലും ഈസി ആയിട്ടും വെയിറ്റ് കുറച്ചിട്ട് എല്ലാം വളരെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ചൈനയുടെ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളിങ്ങനെ ഇറക്കിയാൽ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഉറപ്പായിട്ടും. കേട്ടെ, നമുക്ക് ഈ മഴക്കാലത്തൊക്കെ കൊതുകിൻ്റെ ശല്യം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ നമുക്കിപ്പം ചേച്ചിക്ക് കൊതുകിൻ്റെ ഒരു ശല്യം വീട്ടിലുണ്ടോ? വീട്ടിലും വലിയ പ്രശ്നമില്ല, എന്നാൽ തീരെ ഇല്ലാഴികയില്ല. അധികമായിട്ടും ചില പ്രദേശങ്ങളിലും ഭയങ്കരമായിട്ടുണ്ടല്ലോ, അത്രയ്ക്കൊന്നുമില്ല. ഇപ്പം നമുക്കിപ്പം ഇപ്പോൾ കൊതുകുതിരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കെമിക്കലൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഈ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു നമ്മുടെ ഈ ബാറ്ററി വെച്ച് റീചാർജ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കൊതുകുതിരിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ നമുക്ക് ഈ കടയിലൊക്കെ കിട്ടിയാൽ ചേച്ചി വാങ്ങിക്കുമോ? കൊതുകുതിരി ആവശ്യമാണ് ആൾക്കാർക്ക്. കാരണം ഒത്തിരിയും കൊതുകുള്ള സ്ഥലങ്ങളൊക്കെ ഏരിയൊക്കെ ഉണ്ടല്ലോ, അവിടെ അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് ഈ ബാറ്ററി ആണെങ്കിൽ ഇപ്പം കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ മാർക്കറ്റിലുണ്ടെങ്കിൽ നല്ലതല്ലേ? ഒരു കാര്യമാണ്. പിന്നെ ഈ കൊതുകുതിരി ഭയങ്കര പ്രശ്നമാണ്, അതിൻ്റെ സ്മെല്ലൊക്കെ. അങ്ങനെ സ്മെല്ലില്ലാത്തതൊക്കെ ആണെങ്കിൽ ആൾക്കാർക്കൊക്കെ നല്ലതായിരിക്കും ഉപയോഗിക്കാനായിട്ട്. അത് നല്ലതാണ്. അല്ലാതെ ചെറിയ പിള്ളേരുള്ളിടത്തൊക്കെ നമുക്ക് കൊതുകുതിരി ഇങ്ങനെ കെമിക്കലായിട്ടും ഭയങ്കര രൂക്ഷമായ സ്മെല്ലോടുകൂടി വരുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൊതുകിൻ്റെ ശല്യം അങ്ങനെ ഉണ്ടാവില്ല? വെള്ളം കെട്ടി നിന്ന് കൊതുകിൻ്റെ ശല്യവും ഉണ്ട്. മഴക്കാലത്ത് കൂടുതലാണ് അപ്പോൾ കൊതുകിൻ്റെ ശല്യം. അതെ. ഓക്കെ, സോ നമുക്കിപ്പോൾ ചേട്ടന്മാരിപ്പോൾ ഓട്ടോയിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കൊതുകുതിരി, നമ്മുടെ സാധാ കൊതുകുതിരിയാണ് നമുക്ക് കത്തിക്കാവുന്ന രീതിയിൽ. കൊതുക് നിങ്ങൾ എങ്ങനെയാണ് തടയാറ്? നമ്മൾ ഇരിക്കുമ്പോൾ കൊതുകിൻ്റെ ശല്യം കെട്ടിക്കിടക്കുന്നത് തുറന്നു വെള്ളം ഒഴുക്കിട്ട് കാണാനില്ല. ഒന്നാമത് സ്കൂളിന് വരുന്ന വെള്ളം മുഴുവൻ ഇത് വണ്ടിയിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഇത് റോഡിൽ കൂടെ വരും. വണ്ടിക്കകത്തിരിക്കാനും പറ്റില്ല. അതിലെ വരും വണ്ടിയിൽ വെള്ളം തെറിച്ച് മേത്തോട്ട് അതുപോലെ വെള്ളം. ഞങ്ങളപ്പോൾ കൊതുകിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, കൊതുകിൻ്റെ ശല്യം ഒന്ന് തടയാൻ വേണ്ടി ഞങ്ങളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് സാധാ കൊതുകുതിരിയിൽ നമ്മളെല്ലാം പ്ലഗിൽ കുത്തിയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്ലഗിൽ കുത്തേണ്ട ആവശ്യമില്ലാത്ത നമുക്ക് ജസ്റ്റ് ബാറ്ററിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കൊതുകുതിരി. അപ്പോൾ നമുക്ക് ജസ്റ്റ് മൊബൈൽ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചാൽ കൊതുകുതിരിയുടെ എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഓണാക്കി വെച്ചാൽ മതി, കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കി കിട്ടും. അങ്ങനെ ഒരു സംഭവം വരെയാണ് ഉപയോഗപ്രദമായിരിക്കും. ഉപയോഗിക്കുമോ? എന്താണ് അഭിപ്രായം? വളരെ കൊതുക് ശല്യമുണ്ട്. പിന്നെ മഴയത്ത് വെള്ളം ഓട വഴി ഇങ്ങനെ പോയി അത് ഭയങ്കര ശല്യമാണ്. പിന്നെ ഓടകളില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. കൊതുക് പ്രധാനമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ സാധാരണ കൊതുകുതിരി നമുക്ക് കത്തിച്ച് വെക്കുന്ന കൊതുകുതിരിയൊക്കെ നമുക്ക് ഒരുപാട് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? അത് നമുക്കത് ഒരുപാട് യൂസ് ചെയ്യാൻ അതിലൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. സോ അങ്ങനെ ഒരു
ഡിവൈസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് വരുമ്പോൾ ഒക്കെ ഒന്ന് ഏറ്റവും നല്ലതായിരിക്കും. അത് ഏറ്റവും പ്രയോജനപ്പെടുന്ന ആയിരിക്കും. ജനങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഇതായിരിക്കും. അങ്ങനെ ഒരു നിലവിൽ നിങ്ങളുടെ കൊണ്ടുവന്ന് അത് ചേട്ടൻ്റെ ജോലി ഒരുപാട് സഹായിക്കത്തില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒത്തിരി സഹായിക്കും. ഒരുപാട് നല്ല പിന്നെ? അപ്പം അങ്ങനെ ഒരു സാധനം മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട്. ഉണ്ടായിരുന്നെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് അത് ഒത്തിരി പ്രയോജനം ജനങ്ങൾക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ മഴക്കാലത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഈ മഴക്കാലത്ത്? മഴക്കാലത്ത് തന്നെ കോപ്പി വെള്ളം കയറുക, പിന്നെ നമ്മുടെ നദികളിലെല്ലാം വെള്ളം കയറുന്നത്, കൂടുതലായിട്ട് ഓടയും കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ ഉണ്ടാകും. കൊതുകിന്റെ പ്രശ്നം. ഇതിനെ കൊതുകിന്റെ ശല്യമുണ്ട്, നല്ലപോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കൊതുക് തിരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഹാംഫുൾ ആണല്ലോ നമുക്ക്. പിന്നെ ഗുഡ്നൈറ്റ് പോലുള്ള സാധനങ്ങളാണെങ്കിൽ അത് പ്ലഗ് ഇൻ ചെയ്യണം. ഇപ്പം ഞങ്ങളൊരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ബാറ്ററി യൂസ് ചെയ്തിട്ട് ബാറ്ററി യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമോ? ബാറ്ററിയോ? മഴയാകുമ്പോൾ കറണ്ട് പോകില്ല, പിന്നെ ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ മഴക്കാലത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മഴക്കാലത്ത് ഇപ്പോൾ നമുക്കറിയാം കൊതുകിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൂടുതലാണ്, വെള്ളമൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കൊതുകൊക്കെ സാധാരണ കൊതുക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറ് കൊതുക് തിരിയും ഗുഡ് നൈറ്റ് പോലത്തെ ഇതൊക്കെ. കൊതുക് തിരി ആകുമ്പോൾ നമുക്ക് പുകയുടെ ശല്യവും, പിന്നെ ഗുഡ് നൈറ്റ് ആകുമ്പോൾ എപ്പോഴും പ്ലഗ് പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ, അങ്ങനെ പ്ലഗ് പോയിന്റ് വേണമല്ലോ. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ ഒരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് നൈറ്റ് പോലെ തന്നെ, പക്ഷേ പ്ലഗ് പോയിന്റ് ഒന്നും വേണ്ട, ബാറ്ററിയിലാണ് വർക്കാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാൽ അത് ഉപകാരപ്രദമാകുമോ? ഉറപ്പായിട്ടും. കാരണം മോസ്റ്റ് ഓഫ് ദി തിങ്സ് നമുക്കറിയാം കെമിക്കൽസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് അത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഉപയോഗപ്രദമായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ചേച്ചിക്ക് പേഴ്സണലായിട്ട് യൂസ്ഫുൾ ആകുമോ? ഉറപ്പായിട്ടും. ചേച്ചി ആ പ്രോഡക്റ്റ് മേടിക്കുമോ? ഉറപ്പായിട്ടും മേടിക്കും. സോ ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. സോ ഞങ്ങൾ കുറേ യൂസേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സോ താങ്ക് യു.